അല്ല, നിങ്ങൾ എല്ലാരും കൂടി എങ്ങോട്ടാണ്? KK പള്ളിയിലേക്ക് പോലീസ് പോയിക്കണ. മാറടാ. എങ്ങോട്ട്? ഇത് പള്ളിത്തൊടിയാണ്. നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? ലവക്കുട്ടി, സാറിന് എന്താ വേണ്ടിയത്? കട്ലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരല്ലേ നിങ്ങൾ? ഖിലാഫത്ത് പ്രവർത്തകൻ തന്നെ. അനാവശ്യമായി ഇവറ്റകളോട് കുഴപ്പമുണ്ടാക്കരുതെന്ന് പറയൂ. ഞാൻ വന്നത് ആലി മുസ്ലിയാരെ കാണാനാണ്. എന്തിന്? അന്നെ അറിയിക്കേണ്ട കാര്യമില്ല. നമ്മളെ സമ്മതമില്ലാതെ നിങ്ങൾക്ക് തങ്ങളുപ്പയെ കാണാൻ ഒക്കില്ല. വേറെ വല്ല വിചാരം ഉണ്ടെങ്കിൽ ഈ ദേശത്തെ മാപ്പിളമാരെ മയ്യത്തെടുത്തിട്ട് മതി. ലവക്കുട്ടി, കാര്യമില്ലാതെ തർക്കിക്കണ്ട. പോലീസല്ല പട്ടാളം തന്നെ വന്നാലും ഒളിച്ചിരിക്കുന്ന ആളല്ല ആലി മുസ്ലിയാർ. ഡെപ്യൂട്ടി സൂപ്രണ്ട് വന്നിട്ടുണ്ടെന്ന് ജോയി പറ. സാറ് വരണം. നിങ്ങളല്ല എങ്ങോട്ടേക്കാ? കാര്യം അറിയാണ്ട് നമ്മൾ പോവില്ല. സാറിരിക്കും. മുസ്ലിയാർ വരുന്നുണ്ട്. നിങ്ങളിങ്ങനെ തക്ബീർ മുഴക്കി എന്തിന്റെ പുറപ്പാടാണ്? പോലീസ് അധികാരിയുടെ വേഷത്തിലാണെങ്കിലും ആമു സാഹിബ് എന്റെ സ്നേഹിതനാണ്. അദ്ദേഹത്തിന് എന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, കേൾക്കേണ്ട കാര്യമില്ല. പൊക്കോളീൻ, പിരിഞ്ഞു പോകാൻ. എന്താ ആമു സാഹിബെ വിശേഷം? ജില്ലാ കലക്ടറുടെ ഒരു നോട്ടീസ് നിങ്ങൾക്ക് നേരിട്ട് നടത്താനാണ് ഞാൻ വന്നത്. എന്ത് കാര്യത്തിനാ നോട്ടീസ്? ഏർനാട്ടിലെ ഖിലാഫത്ത് സഭയുടെ നേതാവല്ലേ നിങ്ങൾ? അതൊരു കുറ്റമാണ്. ഗാന്ധിയുടെ സഹകരണ ത്യാഗമാണ് ഖിലാഫത്ത്. നിങ്ങൾ സംസാരിക്കരുത്. ഗാന്ധിയുടെ കാര്യമല്ല, ആലി മുസ്ലിയാർ ചെയ്ത കുറ്റങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തിരൂരങ്ങാടി വലിയ മൈതാനത്തിന്റെ തെക്ക് ഭാഗത്ത് മുസ്ലിയാർ പോയി നിസ്കരിക്കാറില്ലേ? ഉണ്ട്. ഹസ്രത്ത് മമ്രം സെയ്തലവി തങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ചേരൂർ സമര രക്തസാക്ഷികളെ സംസ്കരിച്ച സ്ഥലമാണത്. ഞാൻ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നതിൽ ആർക്കാ ദോഷം? സർക്കാർ നിരോധിച്ചതാണ്. രാജാവിനെതിരായി യുദ്ധം ചെയ്യാൻ നിങ്ങൾ ഇതുപോലെ വാളും കത്തിയും ധരിച്ച വളണ്ടിയർമാരെ ചേർക്കുന്നില്ലേ? ഈ ദേശത്തെ മാപ്പിളമാരുടെ അരയില് അരഞ്ഞാത്തിരടില്ലെങ്കിലും കത്തി കാണും. യുദ്ധത്തിനല്ല, അടയ്ക്കാതെ രണ്ടാനും പാടത്തും പറമ്പിലും അടിക്കാട് വിട്ടാനും അവന്റെ പണിയായുധം അല്ല. മാപ്പിള ഔട്ട്റേജസ് ആക്ട് 7-ാം വകുപ്പ് പ്രകാരം അത്തരം മാരകായുധം കൊണ്ട് നടക്കുന്നത് കുറ്റമാണ്. താടിയും മുടിയും വടിക്കാൻ നടക്കുന്ന ഒസാന്റെ കയ്യിലുണ്ടല്ലോ കത്തി. ബ്രിട്ടീഷ് രാജാവിന്റെ തല വെട്ടാനാണെന്ന് നിങ്ങൾ പറയൂ? മുസ്ലിയാർ, നിങ്ങൾ ഈ നോട്ടീസ് വാങ്ങുന്നോ? കളക്ടറെ കൽപ്പന എന്താണെന്ന് അറിയണം. കുഞ്ഞലവി, അല്ലാതെ തങ്ങളുപ്പാപ്പ ഇത് വാങ്ങണ്ട. വിരോധമില്ലെങ്കിൽ അതൊന്ന് വായിച്ചു കൊടുക്കണം. നാട്ടിൽ സമാധാന ലംഘനം സൃഷ്ടിക്കാൻ ഖിലാഫത്ത് സഭകൾ വിളിച്ചു കൂട്ടുന്നതും അത്തരം സഭകളിൽ പ്രസംഗിക്കുന്നതും വിലക്കിക്കൊണ്ട് താഴെ പറയുന്ന കക്ഷികൾക്ക് ജില്ലാ കലക്ടർ ബഹുമാനപ്പെട്ട EF തോമസ് അവർകൾ പുറപ്പെടുവിക്കുന്ന കൽപ്പന. കക്ഷികൾ ഖിലാഫത്ത് നേതാക്കളായ 1 വള്ളുവമ്പുറം ആലി മുസ്ലിയാർ, നെല്ലിക്കുന്ന് ദേശം എരിക്കുന്നം പാലത്ത് മൂലയിൽ കുഞ്ഞുമൊയ്തീൻ മകൻ. 2 ടി മുസ്ലിയാരുടെ ബന്ധുവും ശിഷ്യനും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി, പാരമ്പര്യമായി ലഹളയിൽ പങ്കെടുത്ത ഒരു കുടുംബത്തിലെ അംഗം. 3-4 പേർ വക്കീൽ പണി ഉപേക്ഷിച്ച കോൺഗ്രസുകാരാണ്. MP നാരായണ മേനോൻ, K മാധവൻ നായർ. മതി, ഞാനിത് വാങ്ങാം. നാരായണ മേനോനും മാധവൻ നായരും വാങ്ങും. പക്ഷേ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാദിയുടെ മുന്നിലേക്ക് നിങ്ങളിത് കൊണ്ടുപോയാൽ ഒരു പക്ഷേ... എന്താ, എന്നെ അവൻ കൊല്ലുമോ? അളമുട്ടിയാൽ ചേരയും കടിക്കും സാർ. വെള്ളക്കാരന്റെ സർക്കാർ അയാളുടെ കുടുംബത്തോട് കാണിച്ച കടുങ്കൈ നിങ്ങൾക്കറിയില്ലേ? പാപ്പ മൊയ്തീൻകുട്ടി ഹാജിയെ അന്തമാനിലേക്ക് നാടുകടത്തി, മകനെ മക്കയിലേക്ക്.
തിരിച്ചു വന്ന ഹാജിയെ ഇനിയും നിങ്ങൾ ഉപദ്രവിച്ചാൽ മുസ്ലിയാർ, നിങ്ങൾ എന്നെ ഭയപ്പെടുത്തുകയാണോ? കുഴപ്പം വേണ്ടെന്ന് വെച്ച് പറയാൻ ആ നോട്ടീസ് എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ കൊടുത്തോളാം. നോട്ടീസ് ഇന്ന് തന്നെ നടത്തണം. എനിക്കതേ വേണ്ടൂ. ലവക്കുട്ടി, ഓ തക്കുന്നശ്ശേരിക്ക് ഒരാളെ അയക്കണം, ഇപ്പൊ തന്നെ. ശരി. ഇരിക്ക്. തങ്ങളുപ്പാപ്പ, ഭാര്യയും കുന്നത്ത് കുഞ്ഞമ്മദാജി വന്നേക്കണ്. വരാൻ പറ. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ഇരിക്കേ. ഞാൻ ഹാജിയാരെ വിളിപ്പിച്ചതിന്റെ കാര്യം വന്നാള് പറഞ്ഞു. പക്ഷേ ഈ പോക്ക് എവിടേക്കാണ്? ജനിച്ച മണ്ണിൽ നമ്മൾ വീണ്ടും കാലെടുത്ത് കുത്തിയത് ചിലതെല്ലാം നിശ്ചയിച്ചുറപ്പിച്ചിട്ടാണ്. ഞമ്മളോടും നമ്മുടെ ബാപ്പോടും നെറുകേട് കാണിച്ചവരെ വെട്ടി നോക്കാൻ. പക്ഷെ നിങ്ങളത് തടഞ്ഞ് 10 കൊല്ലായിട്ട് നമ്മൾ എരിഞ്ഞടങ്ങാണ്. ഇപ്പോ നെല്ലിക്കുന്നത്ത് തോക്കുണ്ടാക്കാനും നിലമ്പൂരിലെ വെടിമരുന്ന് ശേഖരിക്കാൻ. ഇങ്ങനെ ചാണത്തിലെ പുഴുവിനെ പോലെ കയ്യിനേക്കാളും ഭേദം ഉണ്ണിമൂസ മൂപ്പനും അത്തംകുരുക്കളും ഹൈദ്രോസും ചെമ്പപ്പോക്കനും കാണിച്ചെന്ന ബൈയില്ലേ ശത്രുവിനോട് പടപെട്ടി മരിക്ക. അല്ല ഹാജിയാരെ, നമ്മുടെ ദേശീയ നേതാക്കന്മാര് ഗാന്ധിയും ഷൗക്കത്തലിയും 500 ഇസ്ലാം മത പണ്ഡിതന്മാരും ഒപ്പുവെച്ച ഫത്വയിൽ പറഞ്ഞ വഴി തർക്കുൽ മുവാലത്ത് നിസ്സഹകരണമാണ്, ത്യാഗം, സഹനം. അതിനൊന്നും ഞമ്മളെ കിട്ടൂല. ഈ നേതാക്കന്മാരെ നമുക്കറിയൂല. ഞമ്മളെ ഓത്തു ചൊല്ലിച്ചതും സർഹും നഹവും പഠിപ്പിച്ചതും നിങ്ങളാണ്. ഇനിയും ഓതി തന്ന നമ്മൾ കേൾക്കാം. കളക്ടർ സാഹിബ് തോമസിന്റെ കൽപ്പനയല്ല, ആലി മുസ്ലിയാരെ നമ്മൾ അനുസരിക്കാം. ഇൻഷാ അല്ലാഹ്. പോത്തുവണ്ടിക്കാരനല്ലേ, കൂട്ടത്തിലൊരു പോത്തായി നമ്മൾ കഴിഞ്ഞോളാം. ഒരേ ഹാജിയാരെ, ഒരു കാലത്ത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തിരിയും. അന്ന് നിങ്ങൾ നമ്മളെ വിളിപ്പിക്കും. അമ്മാവ, നിലമ്പൂർ കോലകത്തെ കാര്യസ്ഥന്മാരിൽ മാപ്പിളാരെ മുഴുവൻ മാറ്റാത്രേ. ഓ, കുട്ടിരാമനുള്ള സ്ഥിതിക്ക് ഇവിടെ നമ്മുടെ ബീരാനെ മാറ്റില്ല. അവന്റെ മകനാ സംഘത്തിൽപ്പെട്ടതാ ഖിലാഫത്തില്. തനിക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? രാധ നേരത്തെ എത്തിയല്ലേ? കയറിയിരിക്കൂ. വല്യമ്മേ, രാധയെടുത്തി ഇരിക്കോ അവിടെ? അറിയില്ലേ, തൊട്ട് നിറുകയിൽ വെച്ചിട്ട് വേണം എണ്ണീക്കാൻ, ഇല്ലെങ്കിൽ സരസ്വതി നിന്നേ ആവും. എന്താ? അല്ലച്ച, രാധയെടുത്തി വന്നപ്പോ ഞാൻ രാധയുടെ കാര്യം ഇവിടെ കുഞ്ഞൂട്ടൻ പറഞ്ഞു. നീയും അപ്പുണ്ണിയായിട്ട് എന്താ വഴക്ക്? സ്വത്ത് തർക്കം തന്നെ. അതൊന്ന് ഒത്തീർപ്പാക്കാനാ രണ്ടുപേരോടും വരാൻ പറഞ്ഞത്. അപ്പുണ്ണി വന്നിട്ടുണ്ട്. വക്കീൽ മഞ്ചേരി രാമയ്യരാണ് കൂടെ. സ്വാമി വന്നത് വാദിക്കാനാണോ? എങ്കിൽ ഞാനില്ല. വേണം, എല്ലാം ഇവിടെ വെച്ചെന്ന് തീരണം. ഇളയച്ചനോട് കേസ് കൂടി തമ്മി തല്ലി നശിച്ചിട്ട് ആർക്കാ ലാഭം? അല്ലെങ്കിൽ തന്നെ ഈ പിണക്കത്തിന് എന്താ കാര്യം? ഞാൻ കുടിയാൻ സംഘത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കും ഇളയച്ചൻ എന്നോട് ദേഷ്യം.
ആ പക തീർക്കാൻ വീടും പറമ്പും തറവാട്ട് സ്വത്താണെന്നും പറഞ്ഞ് കയ്യേറാൻ ആളെ വിട്ടു. എനിക്ക് സംരക്ഷണം വേണം. അതിന് കോടതിയല്ലാതെ. വേറെ അച്ഛന്റെ സ്വകാര്യ സ്വത്തുക്കൾ രാധ ആവശ്യപ്പെട്ടോ? ഓ, കേസിന്റെ ബലത്തിന്, അല്ലാതെ സ്വത്ത് മോഹിച്ചല്ല. മോഹിച്ചാലും അവക്ക് കിട്ടില്ല. ജ്യേഷ്ഠന്റെ മകളാണേലും നാനാജാതിക്കാരെ തീണ്ടിയും തൊട്ട് മീറ്റിംഗും പ്രസംഗവുമായിട്ട് നടക്കുന്ന അവളെ തറവാട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് ഞാൻ വാദിക്കും. നിങ്ങളെ വക്കീല് മഞ്ചേരി രാമയ്യൻ എങ്ങനെ വാദിക്കുവോ? ആനി ബസന്റെ ഹോം റൂളും പറഞ്ഞ് സാമിയല്ലേ അവളെയൊക്കെ ഇറക്കിയത് മുമ്പ്. ഇപ്പൊ ഞാൻ അതിലില്ല. അപ്പോ മദാമയുടെ ശിക്ഷത്വം ഉപേക്ഷിച്ചോ? മരണം വരെ വിടില്ല. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ബ്രിട്ടനെ മുട്ടുകുത്തിക്കാൻ സമരം ചെയ്ത് ജയിലിൽ പോയവരാണ് അരണ്ടേലും വാടിയായും. അന്ന് ഈ ഗാന്ധിയും കൂട്ടരും യുദ്ധഫണ്ട് പിരിക്കാനും പട്ടാളത്തിൽ ആളെ ചേർക്കാനും നടന്നു. എന്നിട്ട് എന്തായി? മദാമ പറഞ്ഞ പോലെ വെള്ളക്കാരൻ ചലിച്ചില്ലേ? ഇനി ഖിലാഫത്ത് വിളിച്ച് തുണി ചുട്ട് കതറൊടുത്ത സ്വരാജ്യം കിട്ടുവോ? വിഡ്ഢിത്തം. ഇനി നമ്മുടെ കാര്യം പറയാ സ്വാമി. അതിന് അപ്പുണ്യായർ പുറത്തുപോയേ പറ്റൂ. രാധ എന്റെ ശിഷ്യയാണ്. അവൾക്കെതിരെ സത്യവിരുദ്ധമായി വാദിക്കാൻ എനിക്ക് പ്രയാസാണ്. അപ്പണിയർക്കെതിരായി പറയാൻ എനിക്കും പറ്റില്ല. അയാളുടെ മകന് എന്റെ മകളെ വിവാഹം ഉറപ്പിച്ചിരിക്കുക. എന്നാ കക്ഷി ചേരാതെ ന്യായം നോക്കി തീർക്കാം. ദേശക്കാരറിയാൻ തിരൂരങ്ങാടി, താനൂര്, പൊന്നാനി, ഈ മഞ്ചേരി ദേശത്തും ഇന്നു മുതൽ 144 വകുപ്പ് നടപ്പാക്കുന്നു. നാട്ടുകാർ ആയുധമുണ്ടാക്കുന്നതും സൂക്ഷിക്കുന്നതും സഭ കൂടുന്നതും വിലക്കുന്നു. കളക്ടർ സാഹിബിന്റെ കൽപ്പന. ഐതലു, വണ്ടിക്കാരെ വിളിക്കുന്ന പോലീസ്. ഇതിൽ എഴുതിയതെന്താന്ന് വായിക്കാൻ നിങ്ങൾക്ക് അറിയാലോ? അല്ലാഹു അക്ബർ. ഒരു മുസ്ലിമായ എങ്ങൾ ഈ കൊടീനെ ബെടക്കാക്കിയത് ശരിയായില്ല. ആയിരോ കൊണ്ടേ കെട്ട്. എടാ കാതെ, അഹമ്മദ് കാണിച്ചാൽ അടിച്ചെ പല്ലി ഞാൻ കൊയ്ക്കും. നിങ്ങൾ പേടിപ്പിക്ക. നിങ്ങളിട്ട പോലീസ് ഉപ്പായത്തിന്റെ പവർ കാണിച്ചാണ് പറയണെങ്കിൽ ഈ മീശ മുളക്കാത്ത പ്രായത്തില് പട്ടാളക്കാരന്റെ യൂണിഫോം ഇട്ടോനാ ഞാൻ. അന്യ നാട്ടിൽ 4 കൊല്ലം തോക്കും പീരങ്കിയും ചീറുന്നതിനിടയില് മയ്യത്തുങ്ങളെ ചവിട്ടി മെതിച്ച് നടന്നോനാ. ഇന്റെ പല്ല് നോക്കിയാ ഞങ്ങൾക്ക് പുതിയ വരി. എന്താ മൊയ്തീൻ? നിങ്ങൾ ഒരുത്തനെ ചക്കന്മാരെ മുഴുവനും ചീറ്റിയാക്കിയത് എനിക്കറിയാനിട്ടല്ല. ഇവന്റെ അഹമ്മദ് ഞാൻ നിർത്തും, ഇല്ലെങ്കിൽ എന്റെ പേര് മൊയ്തീന്നല്ല. എന്താ ഉണ്ടായത് പറയൂ. 144 നടപ്പാക്കട്ടെ. ഈ അമക്കൾ പിരിഞ്ഞു പോകണ്ട ഇവിടെ എന്നാല്. ഖാദറെ, മൊയ്തീൻ പറയുന്നത് നിയമമാണ്. നിങ്ങൾ പിരിഞ്ഞു പോകണം. 144 ഇപ്പോഴല്ലേ അവര് മുട്ടി അറിയിച്ചത്. കണ്ടോലെ സാധനാണ്. അത് ബിറ്റ് ചെയ്യാണ്ട് തിരിച്ചു പോലെ നമ്മൾ അന്നം മുട്ടൂലേ. 144 അല്ല 288 ആയാലും ശരി, ചന്ത ചെയ്യാണ്ട് തിരിച്ചു പോണ പ്രശ്നമല്ലോ ഒരുത്തനും. കണ്ടോ ഓൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ വരും, പറയട്ടെ വരാൻ. പോലീസിനോട് ഭയക്കിട്ടാ കേടാ. ആ മൊയ്തീൻ പകയുള്ളവനാ. പോവാൻ പറയടാ അവനോട്. ഇൻസ്പെക്ടർ ആനക്കയത്ത് പോയതാ. തിരിച്ചു വരുമ്പോ ഇവറ്റകൾ ഇവിടെ കണ്ടാൽ ഒന്നിന്റെ പൊടി കാണില്ല. എന്റെ കാര്യം കൊതം കിട്ടില്ലേ? അതിനു മുൻപ് ഞാൻ അവരെ സമാധാനിപ്പിച്ച് അയച്ചോളാം. എന്നാ ചൊല്ലി വരൂ. ഖാദറെ, തക്കുന്നശ്ശേരിക്ക് ഇയാളെ തന്റെ വണ്ടി കൊണ്ടുപോകണം. കിഴക്കേടത്ത് വീട്ടിലേക്കാ. കച്ചവടം തീർന്നേ പുറപ്പെടൂ. വയ്യൂ മതി. കാണിച്ചാലെന്ന് പറഞ്ഞു.
താൻ കുഴപ്പം കാണിക്കാൻ ഞാൻ മതി. താണ് കൊടുത്താലും കേടാ. ആ പാവം മാന്നാരെ പോലീസ് അന്വേഷിക്കണ്ടല്ലോ. ആൾ ഒളിവിൽ പോയിന്നാ എവിടെയൊക്കെ ശ്രുതി. ഏയ്, അയാൾ ഇപ്പൊ പൂക്കോട്ടൂര് പ്രസംഗിക്കുന്നുണ്ടാവും. എന്നാൽ ഇന്ന് സമരത്തിന്റെ രൂക്ഷത കൂട്ടാൻ വിദേശ വസ്ത്രം ബഹിഷ്കരിച്ചാൽ മാത്രം പോരാ, ചുട്ടുകരിക്കൂടി വേണമെന്നാണ് നിർദ്ദേശം. നാം ഇവിടെ കൂടിയിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. നിങ്ങൾ ഓരോരുത്തരും കൊണ്ടുവന്ന വിദേശ വസ്ത്രങ്ങൾ ഈ വേദിയിൽ എത്തിക്കുക. നാടിന്റെ സ്വാതന്ത്ര്യലബ്ധിക്ക് വേണ്ടി നടത്തുന്ന ഈ യജ്ഞത്തിൽ ഹോമാഗ്നി ജലിപ്പിക്കാൻ നമുക്കെല്ലാം ആരാധ്യനും പണ്ഡിതനുമായ കട്ടിലിശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ അവർകളെ ഞാൻ ക്ഷണിക്കുന്നു. പൂക്കോട്ടുകാരും അധ്യക്ഷൻ കെ മാധവൻ നായരും എന്നോട് പൊറുക്കണം. ഞാനിത് ചെയ്യില്ല. കാരണം ഇതിന് എന്നേക്കാൾ യോഗ്യതയുള്ള മറ്റൊരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ആഢ്യത്വം വിളയുന്ന തറവാട്ട് മാളികയിൽ നിന്നിറങ്ങി അയിത്തവും ദുരാചാരവും വെടിഞ്ഞ് നമ്മോടൊപ്പം ചേർന്ന ഒരു തമ്പുരാട്ടി. അങ്ങനെ വിളിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ലെന്നറിയാം. അതുകൊണ്ട് മാറ്റി പറയാം, ശ്രീമതി രാധാവർമ്മ. വീരാന്റെ നോട്ടക്കുറവാന്നാ ഞാൻ പറയാ. ഇല്ലംബ്ര, കൊല്ലും കൊലയെ ഒരുപാട് നടത്തിയവനാ ആ അബ്ദുള്ള കുട്ടി. മറ്റാർക്കും ഇവിടത്തെ കളപ്പര കുത്തിപ്പൊളിച്ച് കക്കാൻ ധൈര്യം വരില്ല എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞു. താൻ കാര്യസ്ഥരാണെന്നും പറഞ്ഞ് ഇടം വരെ നടക്കുക എന്നല്ലാതെ. കേശവൻകുട്ടി, എന്നിട്ട് കള്ളനെ പിടിച്ചോ അവര്? ഇല്ലംബ്ര, പോലീസുകാർക്ക് അബ്ദുള്ള കുട്ടിയെ പേടിയാ. താൻ കാവലിന് ആളെ കൂട്ടിക്കോളൂ. അതിരിക്കട്ടെ, തന്റെ മകൻ നമുക്ക് പാട്ടം തരുന്നവരെ തടയാനും കുടിയാന്മാരെ നമുക്കെതിരായി. അടിയന്റെ ചക്കൻ അങ്ങനെ പറയൂലേ തമ്പുരാൻ. താൻ ബാധിക്കണ തെളിവുണ്ട്. ഉണ്ടെങ്കിൽ ഓന്റെ കാര്യം നമ്മൾ പെട്ടി മുറിച്ചിടും. ഇതാ വേണ്ട. ഇടത്തിലെ തമ്പ്രാക്കന്മാരോട് കൂലി വാങ്ങാൻ പറ്റൂല. ഇവിടുത്തെ കുടിയാന്മാരാണോ നിങ്ങൾ? ആയിരുന്നു. കുടിയന്മാരല്ല, കാര്യസ്ഥൻ. എന്റെ വാപ്പ പണ്ടാരക്കണ്ടി മൂസ. ഇപ്പൊ ഇരിക്കക്കൂര നിൽക്കണ പറമ്പൂടി തമ്പ്ര ഒഴിപ്പിച്ചെടുത്തു. ഐദ്രു, അന്യനാട്ടിൽ നിന്ന് വന്നവരോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? വേണ്ട. അബ്ദുള്ള പടച്ചോന്റെ ദാസൻ എന്നാണ് അർത്ഥം. പക്ഷേ ഈ പിശാസിന്റെ കൂട്ടാണ്. ഇത് ചെയ്ത തെറ്റ് പടച്ചോൻ പൊറുക്കൂല. രാത്രി ഒറ്റയ്ക്ക് ഈ ബൈക്ക് വണ്ടിയും തെളിച്ച് വരരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? പിടിച്ച് കെട്ടണം അവന്റെ കൈയും കാലും.
പറയില്ലടാ. പറയാൻ ഇനി തല്ലല്ലേ മോനെ. തട്ടാൻകുട്ടനെ കൊന്നതും കളത്തിൽ കയറി കട്ടതും നമ്മൾ തന്നെയാ. ആരാടാ ഈ മുറിപ്പെടുത്തിയത്? പാര്യം കുന്നത്ത് കുഞ്ഞോമതാജി. ഭാര്യം കുന്നമാണ് അബ്ദുള്ള കുട്ടിയെ കയ്യും കാലും ബരിഞ്ഞു കിട്ടി ഇവിടെ കൊണ്ട് തന്നത്. കാര്യം ആചാര്യ കിലാപത്താണേലും ഇച്ചരുത് വർക്കത്തുള്ള പണിയാ. കിലാപത്തല്ലടോ, അഖിലാപത്ത്. ഈ അബ്ദുള്ള കുട്ടിയേക്കാൾ ആപത്ത് ആ ആചാരം. അവനെ വേണ്ടിയിരുന്നു ആദ്യ അകത്താക്കാൻ.